ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ടയിൽ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. വിശപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡയറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഹെവി ആയിട്ടൊന്നും കഴിക്കാനൊന്നും പോയില്ല. ചെറിയ ചായ കുടിക്കാമെന്ന് വെച്ച് കേട്ടോ. ചായ കുടിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ കടി കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഒരു ബർഗർ മേടിച്ച് കഴിക്കാൻ തോന്നി കേട്ടോ. ഡയറ്റാന്ന് വെറുതെ പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഓരോരോ കൊതികൾ പൊങ്ങുന്നത്. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനച്ചിലാറിൻ്റെ തീരത്തുള്ള ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിലുള്ള കാപ്പി കമ്പനി എന്ന് പറഞ്ഞ ഒരു വൈബുള്ള കടയിലാട്ടോ. അടിപൊളി വൈബാണ്. കണ്ട മിന്നാമിന്നി പോലെ ഇങ്ങനെ തെളിഞ്ഞ ബൾബുകളൊക്കെ കിടപ്പുണ്ട്, അടിപൊളിയാണ്. പിന്നെ നമുക്ക് നല്ല സുന്ദരിയായിട്ട് ഒഴുകുന്ന മീനച്ചിലാറിനെ കണ്ടുകൊണ്ട് നല്ല ചൂട് ചായ കുടിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒഴുകുക കേട്ടോ. നേരത്തെ മഴയില്ലാത്ത സമയത്ത് ഇത്ര വെള്ളമൊന്നുമില്ല കേട്ടോ. മഴയുള്ളതുകൊണ്ടാണ് ഇത്രയും വെള്ളമായിട്ട് ഉള്ളത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞ ചെറിയൊരു കടയാണ്. ഇത് നമ്മുടെ തൊടുപുഴയിലേക്ക് പോകുന്ന റൂട്ടാട്ടോ, ഈ വഴി കേട്ടോ. അപ്പോൾ കുഞ്ചിയൊക്കെ ഭയങ്കര ഹാപ്പി ആട്ടോ. എന്താണെന്നറിയോ, കുഞ്ചിക്കൊക്കെ ജ്യൂസാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, നല്ല മാക്കുന്ന ജ്യൂസ് കുടിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ്, മാംഗോ ജ്യൂസ്. പക്ഷേ പൊന്നാച്ചിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ മാംഗോ ജ്യൂസ്. അപ്പോൾ ഇവർ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കുടിക്കും കേട്ടോ. അപ്പം ഞാൻ ഡയറ്റ് എന്നൊക്കെ വെറുതെ പറഞ്ഞ കേട്ടോ. എനിക്ക് വന്നേക്കുന്ന സാധനം ബർഗറാണേ. ബർഗർ കാണാൻ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളതെന്നുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. ബർഗർ, ഉന്നക്കായും കട്ട്ലൈറ്റും ചായയും എല്ലാം നമുക്ക് മേശയിൽ വന്നു കേട്ടോ. പക്ഷേ ഈ ബർഗറൊക്കെ ജസ്റ്റ് എൻ്റെ കണ്ണിക്കട ഒന്ന് കണ്ടു മാത്രമേ ഉള്ളൂ. കാരണം ഇതിനൊക്കെ അവകാശികൾ വേറെ വന്നു കേട്ടോ. പൊന്നാച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബർഗറെ, ഭയങ്കര കാര്യമാട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ബർഗറൊക്കെ നഷ്ടപ്പെട്ടു പോയി കേട്ടോ. അവൾമാർ പറഞ്ഞു എനിക്ക് വേണമേ എന്ന് പറഞ്ഞ് അത് മേടിച്ചു. പക്ഷേ ഞാൻ ഒരെണ്ണം മേടിച്ചാലും അവൾമാർ വലുതായിട്ട് കഴിക്കില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ച് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഞാൻ പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വയറ് നിറയുന്നതായിരിക്കും കേട്ടോ എനിക്ക് കണക്ക്. അപ്പോൾ ഏകദേശമൊക്കെ സന്ധ്യയാവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാടി, നമുക്കൊന്ന് അയ്യമ്പാറ വരെ ഒന്ന് പോകാടി എന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ മൂന്നലവിൻ്റെയൊക്കെ മണ്ടയിൽ അയ്യമ്പാറ ആ ഭാഗത്ത് ഭയങ്കര വ്യൂ ആട്ടോ. നല്ല രസമുണ്ട് അവിടെ ചെന്ന് കാണാനൊക്കെ. കാരണം ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല നിരന്ന് കിടക്കുന്ന പാറയാട്ടോ. അതുകൊണ്ടാണ് അയ്യമ്പാറ എന്നറിയപ്പെടുന്നത്. ആ പാറയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാല കാണാം, ഈരാറ്റുപേട്ട കാണാം. അങ്ങനെ മിന്നാമിനുകൾ പോലെ കാണാം കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ. പക്ഷെ ഇവിടെയൊക്കെ ഇരുട്ടാണ്. ഒന്നാമത് എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതെന്താ കാണുന്നതെന്ന് പോലും അറിയത്തില്ലായിരിക്കും കേട്ടോ. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കവിടെ പോയി വൈകുന്നേരങ്ങളിലൊക്കെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ പോയിരിക്കണം. നല്ല കാറ്റും കണ്ട് പയ്യെ സന്ധ്യ മയങ്ങുന്ന നേരത്തെ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ തിന്നണം കേട്ടോ. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ചായ കുടിച്ചിട്ട് വന്നേക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ വിശപ്പില്ലായിരുന്നു. എന്നാലും ചേട്ടൻ അവിടെ തട്ടിക്കൂടി എന്നാ ഉള്ളതെന്നൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കടലമിഠായി കിട്ടിയേ. അന്നും ഇന്നും എന്നും എനിക്ക് കടലമിഠായിയോടും മക്രോണിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടലമിഠായിക്കാളും ഇഷ്ടം മക്രോണിയാണ്. ചേട്ടായിക്ക് ഇതിനെല്ലാം ഇഷ്ടമാണ്, എന്നെപ്പോലെ തന്നെ കേട്ടോ. അപ്പോൾ പുള്ളി മേടിക്കും എന്നാ വേണ്ടതെന്ന് ചോദിക്കും കേട്ടോ എന്നോട്. പക്ഷെ ഞാൻ മക്രോണിയും ഞാൻ മേടിക്കുന്ന സാധനം പുള്ളിക്കും ഇഷ്ടമാണ്, പുള്ളി മേടിക്കുന്ന സാധനം എനിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല കടലമിഠായിയൊക്കെ തിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പാറയിൽ ഇങ്ങനെ ദൂരക്കാഴ്ചകൾ ഇങ്ങനെ ദർശിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ശരിക്കും കാണുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ വിതറി ഇടുക എന്ന് പറയുകയല്ലേ, അതുപോലെയായിട്ട് ഇങ്ങനെ ലൈറ്റ് വെട്ടങ്ങളാണ് പ്രത്യേകത കേട്ടോ. നമുക്ക് അവിടെ പോയി ഇരുന്ന് നല്ല സൂപ്പറായിട്ട് കാണാൻ കേട്ടോ. എൻ്റെ ഫോണിനകത്ത് അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാട്ടോ അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ലാത്തത്. പക്ഷെ ചിലർക്കൊക്കെ പോയിട്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ചിര കടലമിഠായിയൊക്കെ തിന്ന് തീർക്കാറായി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് കൊണ്ടൊക്കെ തവളകൾ ഇങ്ങനെ പേക്കറോ എന്ന് കരയുന്നുണ്ടായിരുന്നു. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയ കുഴിക്കകത്തോണ്ടൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയിൽ ഭയങ്കര ഒത്തിരി വെട്ടമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. നമ്മൾ ലൈറ്റൊക്കെ തെളിച്ച് വന്നിരിക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയൊക്കെ നമ്മൾ നിന്നതിന് ശേഷം നമ്മൾ ഏകദേശമൊക്കെ അപ്പോൾ 8 മണിയൊക്കെ ആറായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.